നമസ്കാരം സർ. IPLന് വേണ്ടി രാജ്യം ഒരുങ്ങുകയാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ലളിതമായി പറഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും. പാകിസ്ഥാൻ കളിക്കാരെ ആരെയും IPL കളിക്കാൻ ഇന്ത്യ അനുവദിക്കാറില്ല വർഷങ്ങളായിട്ട്. അതായത് ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം ഭീകര പ്രവർത്തനം നിർത്തുക, പിന്നീട് സ്പോർട്സ് ബന്ധം തുടങ്ങാം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് വളരെ കർശനമായും ശക്തമായും ഇത്രയും കാലം ഇന്ത്യ ആ നിലപാടിൽ ഉറച്ചു നിന്നു. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് വലിയ നഷ്ടമാണ്. കാരണം കോടികളുടെ ഇടപാട് മറിയുന്ന ഒരു മത്സരമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. സത്യം പറഞ്ഞാല് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് ഒരു വർഷം ICC ഉണ്ടാക്കുന്ന വിവിധ രീതിയിൽ ICCക്ക് ലഭിക്കുന്ന പണത്തിന്റെ അത്ര തന്നെ പണം ഏതാണ്ട് 2 മാസം ഇപ്പോ തുടങ്ങുന്ന IPL മെയ്യിൽ അവസാനിക്കും. അപ്പോൾ ഏതാണ്ട് 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ IPLലൂടെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ BCCIക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണം വിവിധ രാജ്യങ്ങളിലെ കളിക്കാർക്ക് കിട്ടുന്നുണ്ട്. കാരണം IPL ഇതിപ്പോ 18ാമത്തെ സീസണാണ്. 10 ടീമുകളാണ് മത്സരിക്കുന്നത്. ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ എന്ന് പറയുന്ന അതിഗംഭീരവും മനോഹരവുമായ സ്റ്റേഡിയത്തിൽ അതിമനോഹരവും പ്രൗഢവും ഉജ്ജ്വലവുമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിക്ക് ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടക്കുമ്പോൾ അത് ഒരു വലിയ മാമാങ്കമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് കോടികളാണ് പ്രതിഫലം. അപ്പോ ഇതിന്റെ ഒരു ഗുണം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരങ്ങൾക്ക് പോലും ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ പോലും ഇതിൽ പല ടീമുകളിലായിട്ട് ഈ 10 ടീമുകളിൽ പല ടീമുകളിലും ഉണ്ട്. പക്ഷെ പാകിസ്ഥാനിലെ ഒരു കളിക്കാരനും ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് ഭയങ്കര ഒരു മനോവേദനയും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ പിന്നെ ഇതിനെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്തു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പ്രേമികളും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അതുപോലെ തന്നെ കളിക്കാരും കൂടെ അവർ വിമർശിക്കുന്നത്, ഇന്നലെ 2 ദിവസം മുമ്പ് പഞ്ചാബ് കിങ്സിന്റെ ഒരു പൂജ നടന്നു. അവരുടെ ഈ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് അവർക്ക് നല്ല ഗുണം കിട്ടാൻ അല്ലെ ആത്മവിശ്വാസം കിട്ടാനുള്ള ഒരു കൾച്ചറൽ ഇവന്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ അതിലെ ഓസ്ട്രേലിയൻ കളിക്കാരനായ റിക്കി പോണ്ടിങ് പങ്കെടുത്തിരുന്നു ആ പൂജയ്ക്ക്. അപ്പൊ ഉടൻ തന്നെ പാകിസ്ഥാനിൽ നിന്ന് അതിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. കാരണം റിക്കി പോണ്ടിങ് ഇന്ത്യയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഒരു ഹിന്ദു ചടങ്ങിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് പാകിസ്ഥാനിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായത്. പക്ഷെ പലരും മറന്നുപോകുന്ന പല പാകിസ്ഥാൻ കളിക്കാരും വേണമെങ്കിൽ പിച്ചിൽ തന്നെ നിസ്കാരം നടത്തിയ ചരിത്രമുണ്ട്. പലയിടത്തും മത്സരങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ കളിക്കാര് പിച്ചിൽ നിസ്കാരം നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. അതിനെതിരെ പലപ്പോഴും ലോകത്തിൽ പലയിടത്തുനിന്നും വിമർശനങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇപ്പൊ മത്സരത്തിന് 2 ദിവസം മുമ്പ് ഒരു സ്വകാര്യ ചടങ്ങ് നടന്നതിനെ അവിടെ വലിയ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. അപ്പോ എന്തായാലും ഈ വർഷത്തെ IPL സീസൺ ഇന്ന് രാത്രി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 7:30ക്കാണ് ആദ്യ മത്സരം തുടങ്ങുന്നത്. അപ്പോ അതിനു മുമ്പ് വലിയ ഗംഭീരമായ കലാപരിപാടികളൊക്കെ ഉണ്ട്. ശ്രേയാ ഘോഷലൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഗാന പരിപാടി, എനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാൻ ആണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആഘോഷം ആണത്. അത് വെറും ഒരു ക്രിക്കറ്റ് മത്സരം മാത്രമല്ല, ആഘോഷവും കൂടിയാണ്. ഇത് സ്വാഭാവികമായിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തിന് ഒരു ധനപരമായിട്ട് ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് അതിൽ ഒരു പ്രധാന ഘടകം IPL ആണ്. ഈ IPL ടൂർണമെന്റുകളിൽ ലോകത്തിലെ മികച്ച കളിക്കാരെല്ലാം പങ്കെടുക്കുകയും അവരോടൊപ്പം കളിക്കാനായിട്ട് ഇന്ത്യയിലെ ഒരുപാട് ഇപ്പം ഇന്ത്യൻ ടീമിലല്ല അതിനും താഴെയുള്ള A ക്ലാസ് ക്രിക്കറ്റിലും ഒക്കെ കളിക്കുന്ന നിരവധി ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും അങ്ങനെ മികച്ച ബൗളർമാരെയും നേരിടാൻ ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാർക്കും അതുപോലെ മികച്ച ബാറ്റ്സ്മാൻമാരുടെ നേരെ പന്തെറിഞ്ഞ് തങ്ങളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്കും ഒക്കെ സാധിക്കുക അവരുടെ ഒരു കഴിവ് മെച്ചപ്പെടുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് ഭയങ്കര നിരാശ.
നമ്മൾ നോക്കിയാൽ അറിയാം 1990-കൾ വലിയ ഗംഭീര ടീമായിരുന്ന പാകിസ്ഥാന് ഇന്നിപ്പം ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു ടീമാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ പല ഇന്ത്യൻ കോർപ്പറേറ്റുകളാണ് ഇന്ന് ഇത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ലീഗ് എന്ന് പറയുന്ന ഒരു മത്സരമാണ് ഈ IPL. അതുപോലെ തന്നെ ബ്രിട്ടനിൽ ഡൊമസ്റ്റിക് ലീഗ് ഉണ്ട്, ദക്ഷിണാഫ്രിക്കയിൽ ഡൊമസ്റ്റിക് ലീഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഡൊമസ്റ്റിക് ലീഗ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെയുള്ള പല ടീമുകളെ ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യൻ പണക്കാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അംബാനി, അദാനി ഇവരൊക്കെ UK-യിലെ ടീമുകളെ പിന്നെ ഡൊമസ്റ്റിക് ലീഗിൽ പല ടീമുകളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇവരും പാകിസ്ഥാൻ കളിക്കാരെ എടുക്കില്ല. അപ്പൊ പാകിസ്ഥാന് കളിക്കാർക്ക് ഈ നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ലോകത്തിലെ പല ഡൊമസ്റ്റിക് ലീഗുകളിലും അവരെ കളിക്കാൻ വിളിക്കുന്നില്ല. ഇത് ധനനഷ്ടം മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് അവർക്ക് അവരുടെ തങ്ങളുടെ ഒരു സ്കില്ല് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ലോകത്തിലെ മികച്ച ബൗളർമാരുമായിട്ടും ബാറ്റ്സ്മാൻമാരുമായിട്ടും കളിക്കാനും വിവിധ തരം പിച്ചുകളിൽ കളിച്ച് പരിചയം നേടാനും വിവിധ കാലാവസ്ഥകളിലും ഒക്കെ കളിക്കാനുമുള്ള അവർക്കുള്ള ഒരു അവസരം അത് നഷ്ടപ്പെട്ടു. അപ്പം ക്രിക്കറ്റ് ഡിപ്ലോമസി ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനെ അങ്ങ് അടിച്ചമർത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന് മേലെ ഏതാണ്ട് ക്രിക്കറ്റ് ലോകത്ത് സമ്പൂർണ്ണ വിജയം ഇന്ത്യ നേടിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ബുദ്ധിമുട്ട് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇന്ന് പൈസയില്ല. ഈ അടുത്ത കാലത്ത് പല ക്രിക്കറ്റ് മാഗസിനുകളിലും ഒക്കെ വന്ന ഒരു വിവരമുണ്ട്. അതായത് പാകിസ്ഥാൻ കളിക്കാർ ഇതിനു മുമ്പ് അവർ പുറത്തു പോകുമ്പോൾ അവർ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണ്. അവരോട് പറയുന്നത് നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലൊന്നും താമസിക്കണ്ട, നിങ്ങൾ 3 സ്റ്റാറോ 4 സ്റ്റാറിലോ താമസിച്ചാൽ മതി, അതിനുള്ള പൈസയെ ഞങ്ങൾക്ക് തരാനുള്ളൂ. അതുപോലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ കളിക്കാരുടെ മാച്ച് ഫീ കുറച്ചു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഇതും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം ഈ പിന്നെ IPL-ൽ അവർക്ക് അവസരം കിട്ടാതിരുന്നു, അതിൽ തുടങ്ങി. അതിനുശേഷം ഈ IPL-ന്റെ ഒരു വരുമാനം ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ BCCI-യെ അതീവ ധനികമായ ഒരു ക്രിക്കറ്റ് ബോർഡ് ആക്കുകയും ഇന്ന് ലോകം കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ആണ്. ഉദാഹരണത്തിന് ICC-യുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ന് ജയ്ഷായാണ്, അമിത്ഷായുടെ മകൻ ജയ്ഷായാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ന് വേറെ വലിയ മാർഗങ്ങളൊന്നുമില്ല പാകിസ്ഥാന്റെ മുന്നിൽ. പാകിസ്ഥാനെ നിശബ്ദമായി ഇങ്ങനെ മുറുമുറുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് പിന്നെ ലോകത്തിന്റെ മുന്നിൽ അവരുടെ ഗ്രീവൻസസിന് ഒന്ന് മാറ്റിയെടുക്കാൻ യാതൊരു വഴിയുമില്ല. ഇതാണ് പാകിസ്ഥാനെ കൊണ്ട് ഈ മുറുമുറുപ്പെല്ലാം ഉണ്ടാക്കിയത്. ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങളോടെ നമുക്കൊന്ന് സ്പർശിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുതിയ IPL മത്സരം തുടങ്ങുമ്പോൾ പുതിയ ചില നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ സ്പിറ്റിംഗ് ഓൺ ദ ബോൾ, അതായത് ഈ പന്തില് ലേശം സലൈവ തുപ്പല് പുരട്ടി അതിങ്ങനെ ദേഹത്തിട്ട് ഉരച്ചിട്ടാണ് ഈ സ്വിംഗ് ഉണ്ടാക്കുന്നത്. അത് 2020 കോവിഡിന്റെ കാലം തൊട്ട് അത് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ മത്സരങ്ങളിൽ അത് വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അത് കാരണം ഫാസ്റ്റ് ബൗളർമാർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പം സ്വിംഗ് ബൗളർമാർ ഇപ്പം മുഹമ്മദ് ഷമി ഒക്കെ പോലുള്ള, അല്ലെങ്കിൽ ബൂംറ പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അതുപോലുള്ള സൂര്യകുമാർ യാദവിനെ ഒക്കെ പോലുള്ള മീഡിയം ഫാസ്റ്റ് ബൗളർമാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ വൈഡ് നിർണ്ണയിക്കാനായിട്ട് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട്, അതായത് ഈഗിളായി തുടങ്ങിയ യന്ത്രങ്ങൾ അതിന് ഉപയോഗിക്കുന്നു. ലെഗ് സൈഡിൽ ഒഴിച്ച് ഓഫ് സൈഡിലും തലയ്ക്ക് മുകളിലൂടെ പോകുന്ന, അല്ലെങ്കിൽ ഹൈ വൈഡ്, പിന്നെ അങ്ങനെ കുറച്ച് നിയമങ്ങളുടെ മാറ്റങ്ങളിലൂടെ ഈ IPL കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാം ഇന്നിങ്സിൽ 11ാമത്തെ ഓവർ കഴിഞ്ഞാൽ അമ്പയർ അനുവദിക്കുകയാണെങ്കിൽ ന്യൂ ബോൾ എടുക്കാവുന്നതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ബൗളർമാർക്ക് കുറച്ചൊരു ആനുകൂല്യം കൊടുത്തു. കാരണം ഹൈ സ്കോറിംഗ് മാച്ച് ആയതുകൊണ്ട് ഇപ്പൊ ബൗളർമാര് തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ അതിൽ നിന്നുമൊക്കെ ബൗളർമാർക്ക് കുറച്ചുകൂടെ മത്സരങ്ങൾ വളരെ ആവേശകരമാവും. എന്തായാലും ശരി, ഈ വരുന്ന ദിവസങ്ങളിൽ അത്യന്തം ആവേശകരമായിരിക്കും മത്സരം. പാകിസ്ഥാന്റെ മുറുമുറുപ്പുകൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല. അവര് കരഞ്ഞു തീർക്കും എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ആവേശത്തിന്റെ നാളുകളായിരിക്കും. നമുക്ക് IPL-ന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.